പാലക്കാട് പട നയിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ മിന്നും വിജയവും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയുടെ വരവും കേരളത്തിലെ UDFന്റെ അട്ടിമറി വിജയവുമെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും എല്ലാം ആവേശം വാനോളം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് വലിയൊരു പോസിറ്റിവിറ്റി പാർട്ടിയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിലും സംശയമില്ല. വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയവും അനായാസേന കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്ന മറ്റ് 2 മണ്ഡലങ്ങളിലെ സീറ്റുകളിലേക്കുമുള്ള ചർച്ചയും UDF തുടങ്ങിക്കഴിഞ്ഞു. 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി ആദ്യം ചില തൽപരകക്ഷികൾ ഒത്താലോക്കട്ടെ എന്ന കണക്കിന് ഉയർത്തിവിട്ട പേര് മിമിക്രിക്കാരൻ രമേശ് പിഷാരടിയുടെ പേരായിരുന്നു. എന്നാൽ വളിപ്പന് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യം എന്ന ചോദ്യം ഉയർന്നപ്പോൾ പിഷാരടി തന്നെ താൻ മത്സരത്തിനില്ലെന്ന് വെളിപ്പെടുത്തി പിൻവാങ്ങി. രണ്ടാമത് VT ബൽറാമിന്റെ പേര് ഉയർന്നു വന്നു. അതും വെറും ഊഹാപോഹം മാത്രമായിരുന്നു. എന്നാൽ മൂന്നാമത് ഉയർന്നു കേട്ട പേര് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ആയിരുന്നു. 3 തവണ പാലക്കാട് UDFനോട് ചേർത്ത് നിർത്തിയ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു എതിർപ്പും പറയാതെ പാലക്കാട് വിട്ട് വടകര പിടിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്ത ഷാഫിക്കും UDF നേതൃത്വത്തോട് പറയുവാനുണ്ടായിരുന്ന ഏക പേരും മറ്റാരുടെയും ആയിരുന്നില്ല, രാഹുലിന്റെ പേര് തന്നെയായിരുന്നു. കാരണം വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയോടൊപ്പം തുടക്കം മുതൽ തോളോട് തോൾ ചേർന്ന് നിന്ന് ചങ്കായി ചങ്കുറപ്പോടെ രാഹുലും കൂടെ ഉണ്ടായിരുന്നു. ഷാഫി രാഹുൽ കോമ്പിനേഷൻ നല്ലൊരു വൈബ് മണ്ഡലത്തിൽ ഉണ്ടാക്കി എന്നതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ UDF നേതാക്കൾക്കിടയിലാണെങ്കിലും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും KC വേണുഗോപാലിനും പ്രതിപക്ഷ നേതാവിനും അടക്കം രാഹുലിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. ഇന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കൊണ്ടു നിർത്തിയാൽ ഒരു ഇൻട്രഡക്ഷൻ വേണ്ടാത്ത നല്ലൊരു ഭാഗത്തിനും സമ്മതനായ ഏറ്റവും വിജയസാധ്യതയുള്ള ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാൻ പറ്റുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. ഷാഫിക്ക് ലഭിച്ച അതേ പിന്തുണ രാഹുലിന് പാലക്കാട് ലഭിക്കും എന്നതിൽ സംശയമില്ല. ഷാഫി പറമ്പിൽ തുടർച്ചയായി വിജയിച്ച സീറ്റാണെങ്കിലും ഏകപക്ഷീയമല്ല മണ്ഡലത്തിന്റെ സ്വഭാവം. ഈ വസ്തുതകൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ നിഷേധിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് രാഹുലിനോട് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത അക്കൗണ്ട് തുറക്കുവാൻ പറ്റുന്ന ഏറ്റവും സാധ്യതയുള്ള രാഷ്ട്രീയ അന്തരീക്ഷമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. ഓരോ തവണയും C കൃഷ്ണകുമാർ തന്റെ വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരികയാണ് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ. സുരേഷ് ഗോപി മോഡൽ പരീക്ഷണം നടത്തുവാൻ ആവശ്യപ്പെട്ട പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ ഇത്തവണ മാറ്റി വേറെ ആരെയെങ്കിലും പരീക്ഷിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ CPM അവരുടെ കൂടെയുള്ള ആരെ കൊണ്ട് നിർത്തിയാലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ 7 അയൽവക്കത്ത് വരില്ല എന്നതാണ് പരമാർത്ഥം. ചുരുക്കം പറഞ്ഞാൽ വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുവാൻ പോകുന്ന മണ്ഡലമായിരിക്കും പാലക്കാട്. വയനാട്ടിൽ പ്രിയങ്ക ആയതുകൊണ്ട് ഭൂരിപക്ഷം 3 ലക്ഷമാണോ അതോ 4 ലക്ഷമാണോ എന്ന് മാത്രമാണ് അറിയേണ്ടുന്നത്. പക്ഷേ തീപാർന്ന മത്സരം പാലക്കാട് നടക്കും. അതുപോലെ ആലത്തൂർ പരാജയപ്പെട്ടെങ്കിലും രമ്യയെ ചേലക്കരയിൽ പരീക്ഷിക്കുവാനാണ് സാധ്യത. നിലവിൽ രമ്യയുടെ പേര് മുൻനിർത്തിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണൻ 39,400 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ ലീഡ് ചെയ്തത്. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നില 5,173 വോട്ടായി കുറഞ്ഞു. മാത്രമല്ല രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയ പൊന്നൂർക്കര UP സ്കൂളിലെ 75-ാം നമ്പർ ബൂത്തിലും രാധാകൃഷ്ണന്റെ പഞ്ചായത്തിലും രമ്യ ലീഡ് ചെയ്തിരുന്നു. ഈ വസ്തുതകളൊക്കെ കണക്കിലെടുത്താണ് രമ്യയെ തന്നെ കളത്തിലിറക്കുവാൻ UDFനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുപോലെ യുവാക്കളെ കളത്തിലിറക്കിയാൽ അത് വോട്ടായി മാറുമെന്നും UDF നേതൃത്വം കരുതുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അലയടിച്ച ഭരണകൂട വിരുദ്ധ വികാരവും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവും കൂടി ഉണ്ടാക്കുന്ന പോസിറ്റിവിറ്റിയിൽ പാലക്കാട്ടും ചേലക്കരയിലും വിജയിച്ചു കയറാമെന്നതാണ് UDF കണക്കുകൂട്ടൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.